ഉണ്ടാക്കിയ വട. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നിപ്പോ നിൽക്കുന്നത് മുംബൈ CSMT-ലാണ്. നമ്മളിപ്പോ പോകാൻ പോകുന്നത് ഗോവയ്ക്കാണ്. നമ്മളിന്ന് സ്പെഷ്യൽ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. മാണ്ഡവി എക്സ്പ്രസ് ആണ് നമ്മുടെ ട്രെയിനിന്റെ പേര്. മോസ്റ്റ് ഫുഡി ട്രെയിൻ ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഫുഡ് ക്വീൻ എന്നാണ് നമ്മുടെ മാണ്ഡവി എക്സ്പ്രസ് അറിയപ്പെടുന്നത്. ഇത് കൊങ്കൺ റൂട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. നമുക്കപ്പോൾ നമ്മുടെ കോച്ച് വരുന്നത് X6 ആണ്. നമുക്ക് കോച്ച് കാണാം. ആൻഡ് ഐ ആം സോ എക്സൈറ്റഡ് ഫോർ ദിസ് ജേർണി. കാരണം ഫസ്റ്റ് ടൈം ആണ് അടിപൊളി ഫുഡ് ഒരു ട്രെയിനിൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ എത്രത്തോളം അടിപൊളിയാണ് നമുക്ക് പോയി നോക്കാം. എന്താ പറയുന്നത് നമുക്ക് നോക്കാം. WAP 737147 ആണ്. പൂനെ വണ്ടിയാണ്, സോറി പൂനെ ലോക്കോ ആണ്. ഇതാണ് നമ്മുടെ മാണ്ഡവി എക്സ്പ്രസ്. അങ്ങനെ നമ്മുടെ S624 ആണ് നമ്മൾ സീറ്റ്. സൈഡ് അപ്പറാണ് ഇരിക്കുന്നത് ഗൈസ്, സൈഡ് ഡോറാണ്. പക്ഷെ നമ്മുടെ പകലാണ് നടത്തുന്നത്. കുഴപ്പമില്ല, എന്തായാലും പകുതി സീറ്റിരിക്കാം എന്ന് വിശ്വസിക്കില്ല. ഇനിയുള്ള ആൾക്കാരുടെ കാര്യമാണ്. ഇനിയിപ്പം 1 മണിക്കൂർ സമയമുണ്ട്. നമുക്ക് വാഷ്റൂം നോക്കിയിട്ട് വരാം. ഇതിലാരും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ അമ്മ കൊള്ളൂല. ഇത് ഇന്ത്യൻ ടോയ്ലറ്റ് ആണ്. ഇപ്പൊ തന്നെ സ്മെല്ലിങ്. എത്ര നേരത്തെ കൊണ്ടുവരുന്ന സ്റ്റേഷനിൽ ഇതൊക്കെ വൃത്തിയാക്കി കൂടാൻ ഭയങ്കര സ്മെല്ല്. ഇതിപ്പോ വണ്ടി എടുത്തിട്ടില്ല. വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഇത്രയും സ്മെല്ല്. അപ്പൊ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ആലോചിക്കുക. ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ട്രെയിൻ ഗോവയിലെയും മുംബൈയിലെയും കണക്ട് ചെയ്യുന്ന ട്രെയിനാണ്. മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിൽ നിന്ന് ഗോവയിലെ മൺഗോവയിലേക്കാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. ഏകദേശം 581 കിലോമീറ്ററാണ് 11.25 ഹവറിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഈ ട്രെയിനിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇഷ്ടംപോലെ ഫുഡ് കിട്ടും എന്നാണ് പറയുന്നത്. എപ്പോഴും നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാം. അതേപോലെ തന്നെ ഫുഡ് ക്വീൻ എന്നറിയപ്പെടുന്ന ഈ ട്രെയിനിൽ ഗോവയിലെയും മുംബൈയിലെയും സ്പെഷ്യൽ ഫുഡ്സും പിന്നെ ചൈനീസ് ഫുഡ്സും എല്ലാം കിട്ടും എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയുണ്ട് ഈ ട്രെയിനിലെ ഫുഡ്, എങ്ങനെയാണ് അതിന്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അതേപോലെ ടേസ്റ്റ് ഉണ്ടോ? കാരണം ട്രെയിനിന്റെ ഫുഡാണല്ലോ, ആഫ്റ്റർ ഓൾ എന്ത് പറഞ്ഞാലും ട്രെയിനിലെ ഫുഡാണല്ലോ. അപ്പൊ എങ്ങനെയാണ് എന്നുള്ള ജെന്യുവൻ റിവ്യൂ തരാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. എന്റെ മെയിൻ മോട്ടീവ് ഇതിലെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമല്ല, അതേപോലെ തന്നെ കൊങ്കൺ റെയിൽവേ എക്സ്പ്ലോർ ചെയ്യാവുന്നൂടെയാണ്. As you all know, I love കൊങ്കൺ റെയിൽവേസ്. അതേപോലെ തന്നെ ഞാൻ കൊങ്കണിൽ ഇതുവരെ കവർ ചെയ്യാത്ത ഏരിയ ആയിരുന്നു പൂർണ്ണ എക്സ്പ്രസിൽ കവർ ചെയ്തത്. അടിപൊളി വീഡിയോ ആണ്, എല്ലാം കണ്ടുകൂടെ കാണാൻ ഞാൻ മേലിൽ ലിങ്ക് കൊടുത്തേക്കാം. നമ്മുടെ ഈ സീരീസിൽ നമ്മൾ വെറൈറ്റി ട്രെയിൻ റൂട്ട്സും അതേപോലെ വെറൈറ്റി ട്രെയിനുമാണ് കവർ ചെയ്തേക്കുന്നത്. എല്ലാവരും അത് കാണണം. ഞാൻ ലിങ്ക് മേലിൽ കൊടുത്തേക്കാം, പൂർണ്ണ എക്സ്പ്രസിന്റെയും ഡെക്കൻ ട്രെയിനിന്റെയും. അപ്പൊ എല്ലാവരും അത് കാണണം. നമ്മൾ മാണ്ടോവിയിൽ സ്ലീപ്പർ ക്ലാസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. സ്ലീപ്പർ ക്ലാസ്സിന് ഒരാൾക്ക് വരുന്നത് 415 രൂപയാണ് മുംബൈ ടു ഗോവ. അങ്ങനെ നമ്മുടെ വണ്ടി 2 മിനിറ്റ് ലേറ്റോട് കൂടി മുംബൈ CSMT-ത്തേക്കാണ്. അടുത്ത സ്റ്റേഷൻ വരുന്നത് ദാദറാണ്, പിന്നെ താനെ, പിന്നെ പൻവേൽ. ഇവിടുന്ന് ഇപ്പോ ആളധികം കയറിയിട്ടില്ല. ദാദർ, താനെ, പൻവേലിന്നൊക്കെയാണ് ആള് കൂടുതൽ കയറുന്നത്. നീ അത് കണ്ട ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ്. എനിക്ക് അതിന്റെ മുമ്പിൽ ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് എടുത്തില്ല. നല്ലൊരു മഴക്കോളുണ്ട് ഗൈസ്. മിക്കവാറും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇന്നലെ രാത്രി മഴയായിരുന്നു. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. എന്ത് പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. നമ്മുടെ വണ്ടിയും മുംബൈ ലോക്കലും തമ്മിലൊരു റേസ് നടക്കുകയാണ്. അതുകൂടി പോകുന്നു നമ്മുടെ സ്റ്റോറി. നമ്മുടെ ഗോവന്റെ വണ്ടിയിൽ നമ്മളെ ഓവർടേക്ക് ചെയ്യാണ്. അങ്ങനെ 9 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷനായ നമ്മുടെ ഫസ്റ്റ് ഹോൾട്ടായ ദാദറിൽ നമ്മൾ എത്തിയേക്കാണ്. ആൾക്കാർ ക്ഷീര ഉപ്മ ആണ്. എന്താ സംഭവം നോക്കാം. ഉപ്പുമാ കണ്ടപ്പോ മനസ്സിലായി. അതെ, ഇതാണ് സംഭവം.
ഞാൻ ഒരിക്കലും ട്രെയിനിൽ നിന്ന് ഉപ്പുമാവ് മേടിച്ച് കഴിക്കില്ല, വീട്ടിൽ തന്നെ ഉപ്പുമാവ് കഴിക്കില്ല വയ്ക്കാൻ. കൊള്ളാം, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഉപ്പുമാവ് ക്ഷീരയ്ക്ക് 50 രൂപയാണ് ആയത്. രാവിലത്തെ മെനുവിന്റെ ഓപ്ഷൻ ഉപ്പുമാവ് ക്ഷീര, പിന്നെ എന്താണ് ബ്രെഡ് ഓംലെറ്റ്, പിന്നെ സമോസ, വടാപ്പാവ്, പിന്നെ ചീസ് സാൻഡ്വിച്ച്, വെജിറ്റബിൾ സാൻഡ്വിച്ച്, അങ്ങനെ സാൻഡ്വിച്ച് ഐറ്റംസ് ഇതൊക്കെയാണ് രാവിലത്തെ മെനു. നമ്മൾ വാങ്ങിയത് എന്താ ഉപ്പുമാവ് ക്ഷീര മാത്രമാണ്. ഇന്നലെ ബേൽപുരി കഴിച്ചിട്ട് വയറെരിഞ്ഞിട്ട് ഇപ്പോഴും വയ്യ. ഉപ്പുമാവ് ക്ഷീരയാണ് നമ്മൾ വാങ്ങിയത്, അതാണ് ട്രൈ ചെയ്തോണ്ടായിരുന്നു. ബാക്കി നമ്മൾ ഇന്നലെ സെക്കൻഡ് പേരിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ചീസ് സാൻഡ്വിച്ച് ഒക്കെ, ആ സെയിം സാധനം എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സമയം 8:40. നമ്മൾ പനവേൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ 5 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ നിറയ്ക്കുന്നുണ്ട്. ഇനിയും രത്നഗിരിയിൽ മാത്രമേ ഹോൾട്ട് ഉള്ളൂ 5 മിനിറ്റ് വരുന്നത്. അപ്പോൾ മീൻസ് ഇനിയും സ്റ്റേഷൻസ് ഉണ്ട്, പക്ഷെ 5 മിനിറ്റ് വരുന്നത് ഇനി രത്നഗിരിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. രത്നഗിരി എത്തുമ്പോഴത്തേക്ക് ഉച്ച കഴിയും. ഫുഡൊന്നും വന്നില്ല, വേറെ രാവിലത്തെ മെനു തീരണ്ടേ, ഇതാണ് ഉച്ചയ്ക്ക് തുടങ്ങുന്നത്. ഇതുവരെ ഫുഡൊന്നും വന്നില്ല. പൻവേലിയിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്തു. ഇവിടെ പുതിയ പ്ലാറ്റ്ഫോം പണിയാട്ടോ. ഒരു മിക്സ് ഫ്രൂട്ട് വാങ്ങുന്നുണ്ട് നമ്മള്. ചാട്ട് മസാലയാണ്. പൈനാപ്പിൾ ഉണ്ട്, പേരയ്ക്കുണ്ട്, ആപ്പിൾ ഉണ്ട്, ഓമയ്ക്കുണ്ട്, തണ്ണിമത്തനുണ്ട്. നമ്മളിപ്പോൾ വീർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. കുറെ നേരമായി എത്തിയിട്ട്. ഇവിടെ പിടിച്ചിട്ടേക്കാറ്, ക്രോസിംഗ് ഉണ്ടോ എന്താണെന്നറിയില്ല, ഇവിടെ പിടിച്ചിട്ടേക്കാണ്. അങ്ങനെ 22 മിനിറ്റിന്റെ ലേറ്റോട് കൂടി നമ്മുടെ വണ്ടി വീർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുക്കാൻ പോവാണ്. എടുത്തു. ഓർഡർ എടുക്കാൻ വന്നേക്കാണ്. चिकन दम बिरयानी है, चिकन फ्राइड राइस, मंचूरियन है, चिकन चिल्ली फ्राइड राइस है। वेज में वेज पुलाव बिरयानी है, फ्राइड राइस, मंचूरियन, पनीर का भाजी, चपाती नहीं है, चपाती पराठा. അപ്പം നമ്മൾ ചിക്കൻ തൊഴിപ്പോന്നു ചപ്പാത്തി പനീറുമാണ് പറഞ്ഞേക്കുന്നത്. കുറെ ഐറ്റം ഉണ്ട്. മഞ്ചൂരിയൻ ഉണ്ട്. എനിക്ക് ചൈനീസ് വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്യാത്തത്. എനിക്ക് ചൈനീസ് ഇപ്പോൾ വലിയ താല്പര്യമില്ല. അപ്പം മഞ്ചൂരിയൻ, ചിക്കൻ മഞ്ചൂരിയൻ, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. अच्छा है क्या दही डाल के? जैसे आपको चाहिए, दही चाहिए, केचप चाहिए, दही दूसरे इसमें दे दोगे? हाँ चलेगी. ചൗരി കൊണ്ടുണ്ടാക്കിയ ഇവിടെ തൈര് ചെയ്ത് മധുരമുള്ള തൈര്. സൂപ്പർ.
ഇതിൻ്റെ കൂടെ മധുരമുള്ള തൈരാണ് കിട്ടിയത്. പിന്നെ ഇത് നവരാത്രിക്ക് ഫാസ്റ്റ് ചെയ്യുന്നവർ കഴിക്കുന്ന ഫുഡാണ് നോർത്തിലൊക്കെ. തിരുനെൽവേലി ടു ദാദർ പോകുന്ന ട്രെയിനിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പിടിച്ചു വെച്ച് ഇട്ടേക്കുന്നത്. നമുക്ക് പോകാനുള്ള ചിക്കനിൽ വീണ് നമ്മൾ അതിപ്പോൾ എടുക്കും. गुलाब जामुन 50, गाजर हलवा 50. രണ്ടുകൂടെ 110 രൂപ. ഗുലാബ് ജാമുൻ 50 രൂപയും ഇതിന് രാജസ്ഥാൻ ഹൽവയ്ക്ക് 60 രൂപ. മധുരം കുറവാണ്, അതേപോലെ എന്തോ ഒരു സുഖമില്ല. ഗാജർ ഹലോ സുഖമില്ല. നമുക്ക് ഗുലാബ് ജാമുൻ അങ്ങനെ കുറേ നേരത്തെ പിടിച്ചിടലിന് ശേഷം നമ്മൾ ഖേദ് എത്തിയിരിക്കുകയാണ് ഗൈസ്. അടുത്ത സ്റ്റേഷൻ ചിപ്ലിംഗ് ആണ്. ആക്ച്വലി ട്രെയിനിൽ ഒരിക്കലും കേരളം വിട്ട് കഴിഞ്ഞാൽ ചിക്കൻ നോൺ വെജ് ഒന്നും പ്രിഫർ ചെയ്യാത്ത ആളാണ്. എത്രത്തോളം വൃത്തിയോട് കൂടിയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് അറിഞ്ഞതുകൊണ്ട് ഞാൻ കഴിക്കാത്തതില്ല. പക്ഷെ വീഡിയോയ്ക്ക് വേണ്ടി പിന്നെ ഈ പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. പക്ഷെ കൊള്ളാം, നന്നായി. ട്രെയിൻ 2 മണിക്കൂർ ലേറ്റ് ആണ്. ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. എന്നിട്ടും സംഗമേശ്വരം എത്തിയില്ല. നമ്മുടെ ഈ വണ്ടിക്ക് രത്നഗിരിയിൽ 5 മിനിറ്റ് സ്റ്റോപ്പാണുള്ളത്. ഇവിടെയും കുറേ പേര് ഇറങ്ങുന്നുണ്ട്. ബട്ട് നമ്മൾ എൻഡ് ടു എൻഡ് ജേർണിയാണ്. രത്നഗിരിയിൽ നിന്ന് 4:54 ആയപ്പോഴത്തേക്കും വണ്ടി എടുത്തേക്കാണ്. എറണാകുളം മൂക്ക വരാനായിട്ടുണ്ടായിരുന്നു. അപ്പം മൂക്ക വന്നതിന് ശേഷം ആണ് വണ്ടി എടുത്തത്. രൂപയ്ക്ക് കപ്പലണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് പുഴുങ്ങിയ കപ്പലണ്ടി കഴിച്ചാൽ പോകുന്നത്.
അങ്ങനെ 1.5 മണിക്കൂർ ലേറ്റോട് കൂടി നമ്മൾ ട്രെയിൻ മാൻഡോവി എക്സ്പ്രസ് മഡ്ഗാവിൽ എത്തിയേക്കാണ്. ആക്ച്വലി എല്ലാവരും പറയുന്നത് ഫുഡ് ട്രെയിൻ ആണോ എന്ന് ചോദിച്ചാൽ 6 മണിക്ക് ശേഷം ഫുഡൊന്നും വന്നിട്ടില്ല. പട്ടണിയാണ് ഗൈസ്. വെറൈറ്റി ഫുഡ് കിട്ടും. മറ്റുള്ള ട്രെയിനിനൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടും. മറ്റുള്ള ട്രെയിനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ട്രെയിനിൽ കുറേ വെറൈറ്റി ഫുഡ് കിട്ടും. പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ട്രെയിനിന്റെ പാൻട്രിയും ഉണ്ട്. പക്ഷെ എത്രത്തോളം വൃത്തിയോട് കൂടിയാണ് ഉണ്ടാകുന്നത് അറിഞ്ഞുകൂടാ. എന്തായാലും കിട്ടിയ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. ഗാജർ ഹൽവ ഒഴികെ ബാക്കിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഈ സീരീസ് തീരെയാണ്, എൻഡ് ചെയ്യാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത്.